പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മക്കയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് ആഗ്രഹമില്ലാത്ത ആരും ഇല്ല. എല്ലാവരുടെയും ആഗ്രഹം മക്കയിലെത്താനാണ്. പക്ഷേ നമ്മളെ ശരീരം മക്കയിലെത്തുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സെങ്കിലും മക്കയിൽ എത്തുവാനുള്ള ആഗ്രഹവും മാനസികമായി മക്കയിലെത്തിയ ഒരനുഭൂതി നാം സൃഷ്ടിച്ചെടുക്കുകയും വേണം. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ജുമുഅക്ക് പോകുമ്പോൾ ഹജ്ജ് ഓർമ്മയിൽ വരുന്നു. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. 9-ൻ്റെ അന്ന് അറഫ, ഹാജിമാർ മുഴുവനും അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ ദിവസത്തിൽ ലോകമെങ്ങുമുള്ള മുഅ്മിനീങ്ങൾക്ക് നോമ്പ് സുന്നത്താണ്. ദുൽഹിജ്ജ 9-നും അതിൻ്റെ മുൻപുള്ള 8 ദിവസങ്ങളിലും നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ ഉളുഹിയ്യത്തും സുന്നത്തുണ്ട്. ഉളുഹിയ്യത്ത് ഓരോ വ്യക്തിയും ഉളുഹിയ്യത്ത് അറുക്കണം. അങ്ങനെ ഉളുഹിയ്യത്തിലൂടെ 9 നോമ്പ് നോറ്റുകൊണ്ട് ഹജ്ജിൻ്റെ ഓർമ്മകൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് മാനസികമായി മക്കയിലെത്തിയ ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ട സമയമാണ് ദുൽഹിജ്ജ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ യാതൊരു ആശങ്കയുമില്ലാതെ മക്കയിലെത്തി. അൽഹംദുലില്ലാ. യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ഹജ്ജിന് തടസ്സം വരുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. റബ്ബിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു പ്രയാസവുമില്ലാതെ ഹാജിമാർ ആ മണ്ണിലെത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് കർമ്മങ്ങളെല്ലാം അവിടെ നിർവഹിക്കാൻ കൂടി സാധിക്കണം. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുക. പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഓർമ്മകളും ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളും മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈമാൻ വർദ്ധിക്കുന്ന പട്ടികയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളാണ് ഹജ്ജിൽ നമുക്ക് പ്രധാനമായി ആലോചിക്കാനുള്ളത്. സ്വന്തം മകനെ ബലിയറുക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ മകനെ ബലി കഴിക്കാനായിരുന്നില്ല ആ ആഹ്വാനം. മറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത്യജിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുകയും ചെയ്യണം എന്ന ഒരു നിലപാടാണ് ആ ബലികർമ്മത്തിൻ്റെ കൽപ്പനയിലൂടെ അള്ളാഹു മനുഷ്യൻ്റെ മുൻപിൽ സമർപ്പിച്ചത്. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു. ഒരാടിനെ അറുത്താൽ മതി എന്ന ഓർഡർ ഉണ്ടാവുകയും ചെയ്തു. അത് മാതൃകയാക്കി ലോകമെങ്ങുമുള്ള മുഅ്മിനീങ്ങൾ ദുൽഹിജ്ജ 9-ൻ്റെ പിറ്റേന്ന് ദുൽഹിജ്ജ 10-ന്, അതായത് വലിയ പെരുന്നാൾ ദിവസത്തിൽ ബലിമൃഗത്തെ അറുത്ത് അതിൻ്റെ മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ചിന്തയെ തട്ടി ഉണർത്തുന്ന ത്യാഗത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രതീകമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കാനും ആ ഹജ്ജിൻ്റെ അവസാനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനും അള്ളാഹു നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.